അങ്ങനെ ആകാൻ പാടില്ലല്ലോ. നമ്മുടെ സംവിധാനങ്ങൾ പ്രവർത്തിക്കണം കൃത്യമായി. എപ്പോഴൊക്കെ മാധ്യമങ്ങൾ പിൻവാങ്ങുന്നുണ്ടോ വളരെ പെട്ടെന്ന് അവർ ഉദാസീനരാകുന്നത് കാണാം. പക്ഷേ ഇപ്പോൾ സിസ്റ്റം ഇൻടാക്റ്റാണ്. എല്ലാ മാധ്യമങ്ങളും അവിടെയുണ്ട്, സമ്മർദ്ദങ്ങളുണ്ട്, ഹൈക്കോടതി ഇടപെട്ടിട്ടുണ്ട്. ഇനി അത് ഏകോപിപ്പിക്കും. ആർമി അത് ഏറ്റെടുക്കുന്നതോടുകൂടി കുറച്ചുകൂടി കരുത്തു വന്നു. അവർ വളരെ കൃത്യമായി ചിട്ടയോടുകൂടിയാണ് അത് ഏകോപിപ്പിക്കുന്നത്. ഇനി പുറത്തു നിന്നുള്ള സിവിൽ റെസ്ക്യൂ പ്രവർത്തകരുടെ പരിശീലനം ലഭിക്കാത്തവരുടെ ഒന്നും സഹായം അവർക്ക് ആവശ്യമില്ല. ഇതിൽ NDRFൻ്റെ ഏറ്റവും മുതിർന്ന പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരാണ് അവിടെ വരിക. ഞാനൊരു കാര്യം കൂടി പ്രദീപിനോട് ചോദിക്കാം. പ്രദീപ്, എനിക്കറിയാം അത് കോൺട്രവേഴ്സ്യലായ ഒരു ചോദ്യമാണ്, എങ്കിലും ഇപ്പം ഇതിലൊരു സിവിൽ റെസ്ക്യൂ ഓപ്പറേഷൻസിൻ്റെ സാഹചര്യം എത്രത്തോളമുണ്ട്? ഞാനിന്നിപ്പോൾ ആർമിയുമായിട്ടും ഒപ്പം SP-യുമായി സംസാരിച്ചപ്പോൾ അവർ വളരെ കൃത്യമായി പറഞ്ഞൊരു കാര്യം, ഇത് NDRFൻ്റെ പ്രോട്ടോക്കോളിലുള്ള രക്ഷാപ്രവർത്തനമാണ്. ആർമിയും നേവിയും അത് ഏകോപിപ്പിക്കുന്നു. സാങ്കേതിക സംവിധാനങ്ങളോട് കൂടിയാണ് ഈ തെരച്ചിൽ നടത്തുന്നത്. അവിടെ നേവിയുടെ ട്രെയിൻഡായ സ്കൂബ ഡൈവേഴ്സിന് പോലും കൂടുതൽ നേരം അവിടേക്ക് നീന്താൻ കഴിയുന്നില്ല, കാരണം അടിയൊഴുക്ക് കൂടുതലാണ്. ഈ സാഹചര്യത്തിൽ ഈ സാധാരണ സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള രക്ഷാപ്രവർത്തകർക്ക് അവിടെ ഒന്നും ചെയ്യാനില്ലല്ലോ. അവിടെ നിന്ന് അവർ മാറി നിൽക്കുകയല്ലേ നല്ലത്? പ്രദീപ് TR. തീർച്ചയായും ഡോക്ടർ വരും. പ്രദീപ് തുടരാം. ഓക്കെ, എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മള് നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് നടന്നതും നാളെ നടക്കാൻ പോകുന്നതും എല്ലാം ഇത്രയേറെ അപകടകരമായ ഒരു പുഴയിലെ തെരച്ചിലാണ്. അപ്പൊ അവിടേക്ക് വളരെ വൈദഗ്ധ്യമുള്ള ആളുകൾ മാത്രമാണ് അവിടേക്ക് പുഴയിലെ തെരച്ചിലിന് നമുക്ക് നിയോഗിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ബന്ധപ്പെടാൻ പാടുള്ളൂ. കാരണം സുരക്ഷിതമല്ലാത്ത ഒരു രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. സിവിലിയൻസിനെ ഇതിൽ ഉൾപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന മിലിറ്ററി, നേവി, NDRF അതുപോലുള്ള ഔദ്യോഗിക സംവിധാനങ്ങൾക്ക് ഇവരുടെ കാര്യത്തിൽ വലിയൊരു ശ്രദ്ധ ചെലുത്തേണ്ടി വരികയും അവരുടെ സുരക്ഷയിൽ ഉത്കണ്ഠ ഉണ്ടാവേണ്ടി വരിക സാഹചര്യമുണ്ട്. അപ്പൊ അത് ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ഈ ഇവരുടെ മിലിറ്ററിയുടെ, നേവിയുടെ ഉള്ള പ്രവർത്തനം നമ്മൾ കാര്യക്ഷമമാക്കാനുള്ള നടപടി സ്വീകരിക്കുകയും അതോടൊപ്പം ഈ ജലത്തിലുള്ള രക്ഷാപ്രവർത്തനം എന്ന് ഇനി നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾ ഈ ലോറിയെ തിരയുക, അതിലൂടെ നമ്മൾ അർജുനെ കണ്ടെത്തുക, മറ്റു കാണാൻ പറയത്തിരിക്കുന്ന ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിനകത്ത്. അപ്പൊ അതില് ശാസ്ത്രീയമായ സംവിധാനങ്ങൾ നാളെ, ഇപ്പം ഡോക്ടർ അരുൺ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നാളെ നമ്മുടെ റിട്ടയർഡ് മേജറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അവിടെ എത്തുന്നുണ്ട്. അവർ അത്യാധുനിക റഡാർ സംവിധാനം കൊണ്ടുവരുന്നുണ്ട്. അത് ഫലപ്രദമാകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം ഇനിയിപ്പോ പുഴയുടെ ഒഴുക്കും അതിന്റെ സാഹചര്യം മനസ്സിലാക്കിയിൽ നിന്ന് നമുക്ക് അവിടെ നിന്ന് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ പുഴയിൽ നിലനിൽക്കാൻ പറ്റുന്ന വളരെ അല്പം വിശാലമായിട്ടുള്ള ഒരു സംവിധാനം, അല്ലെങ്കിൽ ഇച്ചിരി വലിപ്പമുള്ള ഒരു ബെഡ്, ഒരു ബോട്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം. അപ്പം ഒരു പ്ലാറ്റ്ഫോം നമുക്ക്, അതായത് അതാണ് അതിന്റെ ഒരു ശരി. ഇത് ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ആ പുഴയിൽ നിലനിൽക്കാവുന്ന ഉറച്ച സുരക്ഷിതമായ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എല്ലാ രക്ഷാപ്രവർത്തകർക്കും അത് വളരെ ഉപകാരപ്രദമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു സംവിധാനം അവിടെ എത്തിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ അത് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് അവിടെ നിലനിൽക്കുന്ന നിങ്ങൾക്കാണ് മനസ്സിലാവുന്നുള്ളൂ. ആ പുഴയിലെ 120 മീറ്ററോളം റോഡിൽ നിന്ന്, അല്ലെങ്കിൽ ഇരു കരകളിൽ നിന്നും പുഴയുടെ മധ്യത്തിലായിട്ട് രൂപപ്പെട്ടിരിക്കുന്ന മൺകൂന നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്തരത്തിലൊരു സംവിധാനത്തെ അവലംബിച്ചേ പറ്റൂ. കാരണം നാളെ വരും എന്ന് നമ്മൾ കരുതപ്പെടുന്ന ഏതാണ്ട് 60 മീറ്ററോ അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ഭൂമുള്ള മറ്റ് മണ്ണ് നീക്കാൻ സാധിക്കുന്ന സംവിധാനത്തിനൊന്നും ഈ പുഴയുടെ നടുക്കുള്ള മണ്ണിനെ നീക്കം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അവിടെ നമുക്ക് നിലനിൽക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ, ഒരു പ്ലാറ്റ്ഫോം ചെയ്യാൻ കഴിഞ്ഞാൽ, അത് മിലിറ്ററി എഞ്ചിനീയറിംഗിനും അല്ലെങ്കിൽ അവർക്കൊക്കെ അതിനെക്കുറിച്ച് വളരെ നന്നായി അറിയായിരിക്കും. എന്ത് തന്നെയാണെങ്കിലും ആ ഒരു സാധ്യതയെക്കുറിച്ച് ഒന്ന് പഠിക്കുക, അതൊന്ന് പ്രയോജനപ്പെടുത്തിയാൽ ഞാൻ മനസ്സിലാക്കുന്നത് ആ മൺകൂന ഇപ്പോൾ ഞാൻ ദൃശ്യത്തിൽ കാണുന്നു, 5 ഇടത്തായിട്ട് വളരെ വലിയ അളവിലും പുഴയുടെ മധ്യഭാഗം നികന്നു വന്ന രീതിയിൽ മൺകൂന നിലനിൽക്കുന്നുണ്ട്. അതിനെ അവിടെ നിന്ന് നീക്കം ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതിനെ, ആ മൺകൂനയെ അവിടുന്ന് അല്പാൽപമായിട്ട് ഇളക്കി വെള്ളത്തോടെ ഒഴുക്കി വിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച് അത് പുഴയിൽ ഇറങ്ങി ചെയ്യേണ്ടതാണ്. അവിടേക്ക് 100 മീറ്ററോളം നമുക്ക് അതിൻ്റെ ഭൂമി എത്തിക്കാൻ കഴിയില്ല. ഇപ്പോൾ എത്തുന്ന, നാളത്തെ എത്തുന്ന പ്രൊക്ലൈമർ പോലും കഷ്ടിച്ച് 60 അടി മാത്രം നീളത്തിൽ ഭൂമുള്ള ഒരു മെഷീനാണ്. അപ്പോൾ 120 മീറ്റർ കരയിൽ നിന്നുകൊണ്ട് മണ്ണ് നീക്കം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഡ്രഡ്ജിങ് സംവിധാനം വേണ്ടിവരും. പക്ഷേ ഡ്രഡ്ജർ ഗോവയിൽ നിന്ന് കടൽ മാർഗമാണ് എത്തിക്കേണ്ടത്. ഗോവയിൽ നിന്ന് കടൽ മാർഗം ഗംഗാവലി പുഴയിലൂടെ വരുന്നതിന് 1-2 പരിമിതികളുണ്ട്. ഞാൻ തന്നെ ആ റൂട്ട് പോയി പരിശോധിച്ചപ്പോൾ ചിലയിടത്ത് ഇതേപോലെയുള്ള ആഴമില്ല.